ഭാര്യയായാലും സാറേ പെണ്ണിനെ കണ്ണുമടച്ച് അങ്ങനെ വിശ്വസിക്കരുത്. സാറിപ്പം ബലിയാടായില്ലേ. എന്റെ ഭാഗത്ത് ന്യായം മൂർത്തിയെങ്കിലിനെ അറിയിക്കാൻ പറ്റിയില്ല. എല്ലാം ശങ്കരേട്ടൻ അറിയാലോ, സഹായിക്കണം. ഞാൻ എങ്ങനെ സഹായിക്കാനാ? മൂർത്തി സാറിന്റെ സ്വഭാവം അറിയാമല്ലോ. സാറ് പറഞ്ഞാൽ കേൾക്കാത്തത് ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ? എന്റെ കുടുംബത്തെ വിട്ടുപോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് ആ കുടുംബത്തിന് സാറിനെ വിട്ട് കളയാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. ആ സാറിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയല്ലേ ഇത്രയും ത്യാഗം സഹിച്ചത്? എന്നിട്ട് മക്കളുമായിട്ട് എന്താ അവർ കൂടെ ഇറങ്ങി വരാഞ്ഞത്? എനിക്ക് അവരില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ അവർക്ക് പറ്റും. അതുകൊണ്ടാ അവരവിടെ നിന്നത്. സ്വന്തം സുഖവും ഭാവിയും മാത്രം നോക്കി ജീവിക്കുന്ന പെണ്ണിന്റെ വാക്ക് വിശ്വസിച്ച് ഒന്നും ചെയ്യരുത് സാറേ. മൂർത്തി സാറും വസുന്ധരാമയും ചേർന്ന അവരെ വളർത്തിയത്. പക്ഷേ അവരുടെ സ്വഭാവം മോശമായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇനി ഞാൻ ഈ നാട്ടിൽ നിന്ന് മൂർത്തിയെങ്കിൽ എന്നെ എന്തെങ്കിലും ചെയ്യും. അതുറപ്പല്ലേ? തെറ്റ് ചെയ്തവരെ അദ്ദേഹം വെച്ചേക്കില്ല. അല്ല, സാർ ഇങ്ങോട്ട് വന്നെന്നറിഞ്ഞാ എന്റെ ജോലി പോവും. എനിക്കറിയാം ശങ്കരേട്ട. പക്ഷേ എന്റെ ഭാഗത്ത് ന്യായം മൂർത്തിയെങ്കിൽ അറിയണ്ടേ? ഒരു കാര്യം ചെയ്യാം. എന്റെ ജോലി പോയാലും ശരി, ഞാൻ ഈ കാര്യങ്ങളൊക്കെ മൂർത്തി സാറിനോട് പറയാം. പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിക്കാൻ പാടാ സാറേ. എന്നാലും കുഴപ്പമില്ല. സാറിന് വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടിയാലും നടന്ന കാര്യങ്ങളൊക്കെ മൂർത്തി സാറിനെ അറിയിക്കാൻ പറ്റിയ അതൊരു പുണ്യപ്രവൃത്തിയാ. അതുകൊണ്ട് അതിൻ്റെ പേര് ശിക്ഷിക്കപ്പെട്ടാലും എനിക്കത് കുറ്റബോധം ഉണ്ടാവില്ല. നന്ദിയുണ്ട് ശങ്കരേട്ടാ. എല്ലാ സംഭവങ്ങളും അറിയാവുന്നത് ശങ്കരനങ്ങളിനായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ശങ്കരനങ്ങൾ നടന്നതൊക്കെ മുത്തശ്ശനെ അറിയിക്കേണ്ടതായിരുന്നു. എല്ലാ കുറ്റവും ഏറ്റെടുത്ത് നാഗേന്ദ്രൻ സാറ് വീട്ടിൽ നിന്ന് പുറത്തായത് എനിക്ക് വലിയ ഞെട്ടലായി സാറേ. അങ്ങനെ പോകേണ്ട ആളല്ല നാഗേന്ദ്രൻ സാറ്. ജലജയാ യഥാർത്ഥ പ്രതി. ശരിക്കും പറഞ്ഞ സാറിന്റെ അപ്പച്ചിക്ക് വേണ്ടി ബലിയാടായതാ നാഗേന്ദ്രൻ സാർ. പെണ്ണുങ്ങളുടെ സ്വർണത്തോടുള്ള ഭ്രമത്തെപ്പറ്റി ഞാൻ പറയാതെ തന്നെ സാറിനറിയാമല്ലോ. പക്ഷേ അതിനേക്കാൾ എത്രയോ മടങ്ങ് മുകളിലായിരുന്നു ജലജയ്ക്ക് സ്വർണത്തോടുള്ള ആർത്തി. ഇടയ്ക്ക് ജ്വല്ലറി വരുമ്പോൾ പുതിയ ഫാഷനിലുള്ള ആഭരണങ്ങൾ കണ്ടാൽ സാറിൻ്റെ മുത്തശ്ശിയെ സ്വാധീനിച്ച് എങ്ങനെങ്കിലും അത് സ്വന്തമാക്കാൻ ജലജ ശ്രമിക്കുമായിരുന്നു. എന്നു മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, മിക്കപ്പോഴും എൻ്റെ അടുക്ക വന്ന് പുതിയ ഫാഷനിലുള്ള ആഭരണങ്ങളൊക്കെ പണിയിക്കുമായിരുന്നു. ഏതെങ്കിലും മാഗസിനിലൊരു സ്വർണ്ണമാല കണ്ട അതുമായി എൻ്റെ അടുത്ത് വരും. അല്ല, അതാകുമ്പോൾ പിന്നെ പണിക്കൂലിയൊന്നും കൊടുക്കണ്ടല്ലോ. അന്നുള്ള അതേ സ്വഭാവമൊക്കെ തന്നെ അപ്പച്ചിക്ക് ഇപ്പോഴും. എന്ന് മാത്രമല്ല, അവരുടെ മോൻ അഭിയാണെന്നുണ്ടെങ്കിൽ അപ്പച്ചിയുടെ തനി പകർപ്പാ. ഞാൻ കരുതിയത് അവന് കിട്ടിയിരിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവമാണെന്ന്. ഒരിക്കലും അച്ഛൻ്റെ സ്വഭാവം അല്ല സാറേ. അദ്ദേഹത്തിൻ്റെ സ്വഭാവം അഭിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ പയ്യൻ ഇന്ന് മൂർത്തീസ് ജ്വല്ലറിക്ക് പുറത്തു പോവില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ നാഗേന്ദ്രൻ ഞങ്ങളുടെ ഏറ്റവും വലിയ എതിരാളിയാണ്. അത്രയ്ക്ക് പക കാണും മൂർത്തി സാറിനോടും ആ സ്ഥാപനത്തിനോടുമൊക്കെ നാഗേന്ദ്രന്. എന്നിട്ടിത് ശങ്കരനങ്ങൾ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചില്ലേ? അല്ല, ശ്രമിച്ചു. ഞാൻ പിറ്റേ ദിവസം തന്നെ മൂർത്തി സാറിൻ്റെ ക്യാബിനിലെത്തി കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. സാറേ, താൻ വന്നോ? നാഗേന്ദ്രൻ വന്ന ശേഷം അവന്റെ ഐഡിയാസ് ഗംഭീരമാണ്. തനിക്ക് പണി കൂടിയെങ്കിലും കമ്പനിക്ക് അത് നല്ല മെച്ചമാണ്. എന്തൊക്കെയാ പറഞ്ഞത്? അല്ല, കുറെ നാളായിട്ട് അതിന്റെ ഫലവും കണ്ടായിരുന്നല്ലോ സാറേ. കമ്പനിക്ക് ഇതുവരെ ഇല്ലാത്ത ഉയർച്ചയാണെന്ന് സാറ് പറയുകയും ചെയ്തു. അങ്ങനെ ഉയർത്തിയവൻ അതിനേക്കാൾ വേഗത്തിൽ താഴ്ത്തിയിട്ടുണ്ട്. എടോ, കമ്പനിയുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ ചിലർ ഇതുപോലുള്ള തന്ത്രങ്ങൾ മെനയും. നമ്മൾ അവരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന സമയത്ത് ചതിക്കുകയും ചെയ്യും. ഇവിടെ പൈസന് ഞാൻ മുതലും പലിശയും കൊടുക്കാമെന്നാ പറഞ്ഞത്. പക്ഷെ അയാൾ മാന്യനായതുകൊണ്ട് തന്ന രൂപയെ മടക്കി വാങ്ങിയുള്ളൂ. പിന്നെ എന്നോടുള്ളൊരു വിശ്വാസം കൊണ്ട്
അയാളത് പരസ്യപ്പെടുത്തിയില്ല. നാലാൾ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ തകർന്നു പോയനെ. പക്ഷെ പയസിന്റെ ഫ്രണ്ട്സിനോടൊക്കെ അയാളിത് പറയും. അത് നമുക്ക് വലിയ നഷ്ടമാ. പക്ഷേ സാറേ, ഞാൻ പറയുന്നത് സാറൊന്ന് കേൾക്കണം. നാഗേന്ദ്രൻ സാറിന്റെ ഭാഗത്ത് സാറ് കരുതുന്ന പോലെ വേണ്ട. അവനെ ന്യായീകരിച്ചാൽ പിന്നെ തന്റെ കുടുംബക്കാര് മൂർത്തീസ് ജ്വല്ലറിയെ സേവിച്ചവരാണെന്ന് ഞാൻ ആലോചിക്കില്ല. തന്റെ സ്ഥാനം പുറത്തായിരിക്കും. എന്നെ അത്രത്തോളം വേദനിപ്പിച്ചു കഴിഞ്ഞു നാഗേന്ദ്രൻ. മറ്റാരെക്കാളും വിശ്വാസമായിരുന്നു എനിക്ക് അവനെ. പോരാഞ്ഞിട്ട് അവനെന്റെ മരുമകനും കൂടിയാണല്ലോ. പക്ഷേ പയസിന് മൂർത്തീസ് ജ്വല്ലറിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെങ്കിൽ അതിന്റെ 1000 മടങ്ങ് എനിക്ക് അവനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി അതുകൊണ്ട് ആരും അവനെ ന്യായീകരിക്കണ്ട. അവന്റെ ഭാഗത്തെ ന്യായങ്ങൾ അവൻ പറയാൻ നോക്കി. ഞാനത് കണക്കിലെടുത്തില്ല, കേൾക്കാൻ കൂടി തയ്യാറായില്ല. അതുകൊണ്ട് ഇനി അവന്റെ സ്ഥാനം പുറത്താ. അനന്തപുരി തറവാടുമായിട്ട് ഇനി ഒരു ബന്ധവും വേണ്ട. അതവൻ പോകുമ്പോ തന്നെ ഞാൻ പറഞ്ഞു വിട്ടിരിക്കുക. എന്റെ മക്കളെപ്പോലും രണ്ടാമതാക്കിയിട്ട് അവനെ ഒന്നാമനായി കൊണ്ടുവന്നത്. പക്ഷെ അവന് ബിസിനസ്സിന് മാത്രമല്ല കഴിവുള്ളത്, അതിനപ്പുറം ഇതുപോലെ പണം ഉണ്ടാക്കാൻ പല വഴികളും കണ്ടെത്തും. പോകുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ വന്ന് കണ്ടിരുന്നു. എന്നിട്ട് തന്നെ അവൻ തെറ്റിദ്ധരിപ്പിച്ച് കാണും. അങ്ങനെയാണല്ലോ ഇത്രയും നാൾ അവൻ എന്റെ പ്രിയപ്പെട്ടവനായത്. അതൊക്കെ കേട്ടിട്ട് എന്റെ അടുത്തോട്ട് വരണ്ടാന്നാ പറഞ്ഞത്. അവനെക്കുറിച്ച് ഇനി ഒരു സംസാരവും വേണ്ട. ശരി സാറേ, എന്നാ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. നാഗേന്ദ്രൻ എന്ന പേര് കേൾക്കുന്നത് പോലും പിന്നീട് മൂർത്തി സാറിന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് അയാളെ ന്യായീകരിക്കാൻ ചെന്ന എന്നെ ശാസിച്ച അദ്ദേഹം പുറത്താക്കിയത്. എന്നു മാത്രമല്ല, പിന്നീട് ഒരിക്കലും നാഗേന്ദ്ര സാറിനെ കുറിച്ച് ഞാൻ പറയുന്നത് കേൾക്കാൻ മൂർത്തി സാർ തയ്യാറായില്ല. അത്രയ്ക്ക് വെറുപ്പാണ് നാഗേന്ദ്രൻ നിങ്ങളോട് ഇപ്പം മുത്തശ്ശന്. സാധാരണ മനുഷ്യർക്ക് ഒരാളിനോട് വെറുപ്പ് തോന്നിയാൽ നാളുകൾ കഴിയുമ്പോൾ അതിൻ്റെ ശക്തി കുറഞ്ഞു വരും. പക്ഷെ ഇവിടെ അങ്ങനല്ല സംഭവിച്ചത്. കാലം കഴിയുന്തോറും നാഗേന്ദ്രനോടുള്ള മൂർത്തി സാറിൻ്റെ ദേഷ്യം കൂടിക്കൂടി വരുമായിരുന്നു. എന്നു മാത്രമല്ല, സ്വന്തം ഭർത്താവ് പോയപ്പോൾ കുഞ്ഞുങ്ങളുമായി കൂടെ പോകാത്ത ജലജയോട് സാറിനും സാറിൻ്റെ ഭാര്യയ്ക്കുമൊക്കെ വലിയ സഹതാപം ഉണ്ടായിരുന്നു. ഭർത്താവിനെ കളഞ്ഞിട്ട് കുഞ്ഞുങ്ങളുമായി വീട്ടിൽ നിൽക്കുന്ന മകളെ അവർ കൂടുതൽ സ്നേഹിച്ചു. അവളുടെ എല്ലാ തെറ്റുകളും സഹിക്കുകയും പൊറുക്കുകയും ചെയ്തു. ആ സമയത്തൊക്കെ നടന്നതൊക്കെ അറിയാവുന്ന ഞാൻ പുച്ഛത്തോടെയാണ് അവരെ നോക്കിയിരുന്നത്. പിന്നീട് പലപ്പോഴും സ്വർണം പണിയിക്കാൻ എൻ്റെ അടുക്ക വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ സൂക്ഷിച്ച കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. സ്വഭാവം ഇതല്ലേ. ഇനി ഏതെങ്കിലും അവസരത്തിൽ എന്നെയും കുടിക്കാലോ, അങ്ങനൊരു ഭയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു സാറേ. ഏതായാലും മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്നും പിരിയുന്നവരെ ഒരു പേര് ദോഷവും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. മൂർത്തി സാറിൻ്റെ നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടാണ് ഞാൻ അവിടുന്ന് പിരിഞ്ഞത്. ശങ്കരനങ്ങൾ പിരിയുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ദൈവത്തെപ്പോലായിരുന്നു മൂർത്തി സാറ്. ഞാൻ എൻ്റെ സേവനം അവസാനിപ്പിച്ച ശേഷവും സാറിൻ്റെ സഹായം ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഒരസുഖം വന്നാൽ അദ്ദേഹം വിളിക്കും. ഹോസ്പിറ്റൽ ബില്ലൊക്കെ അദ്ദേഹം തന്നെ കൊടുക്കുന്നത്. അല്ല, അതൊക്കെ സാറിനും അറിയാമല്ലോ. കമ്പനിയെ നന്നായി സേവിച്ച എല്ലാ സ്റ്റാഫിനും അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ കമ്പനി ചെയ്തു കൊടുക്കാറുണ്ടല്ലോ അങ്ങളെ. പക്ഷേ ഇന്നത്തെ മൂർത്തീസ് ജ്വല്ലറിയെ ഈ രൂപത്തിലാക്കിയ സത്യസന്ധനായ നാഗേന്ദ്രനോട് മാത്രം കമ്പനി തെറ്റ് ചെയ്തു. അതിലുപരി സത്യങ്ങൾ അറിയാവുന്ന മൂർത്തി സാറ് അയാളുടെ നേരെ മുഖം തിരിച്ചു നിന്നു. അതിന്നും എൻ്റെ ഹൃദയത്തിലൊരു കറുത്ത പാടായി കിടക്കുക. മൂർത്തി സാറിനോട് സത്യങ്ങൾ പറയാൻ കഴിയാത്ത കുറ്റബോധം ഇന്നും എനിക്കുണ്ട്. എന്തായാലും സാറിനോട് എല്ലാം പറയാൻ പറ്റിയല്ലോ, അതിൻ്റെ ഒരു ആശ്വാസമുണ്ട് എനിക്ക്. നാഗേന്ദ്രൻ ഞങ്ങൾ ഞങ്ങളുടെ എതിരാളി ആയതുകൊണ്ട് എനിക്ക് കൂടെ നിൽക്കാൻ പറ്റില്ല. പക്ഷേ സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തോടുള്ള ദേഷ്യം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അതിലുപരി അപ്പച്ചിയോടുള്ള ദേഷ്യം കൂടി. അവരൊരു മനുഷ്യ സ്ത്രീയല്ല.
എന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ജീവിതത്തിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കാര്യത്തിൽ മാത്രമാണ്. അപ്പച്ചി ഏറ്റെടുത്ത് വളർത്തിയത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി. അവർക്ക് പകരം മനുഷ്യപ്പറ്റുള്ള ആരെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ തറവാട്ടിനകത്ത് പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോഴും അവിടെ ഉള്ളവരുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ട് അവരും അവരുടെ മോനും ഒക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഉള്ളത് പറയാമല്ലോ സാറേ, എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ നന്മയില്ലാത്തൊരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞ നാഗേന്ദ്രൻ സാർ ആയിരുന്നില്ല, ജലജയായിരുന്നു ആ വീടിന് പുറത്തു പോകേണ്ടിയിരുന്നത്. പക്ഷേ വിധി മറിച്ചായിപ്പോയി. എന്തായാലും ഇപ്പോഴെങ്കിലും കഥകളെല്ലാം അറിഞ്ഞല്ലോ. ഇനി ഏൻ ജ്വല്ലറിയായിട്ട് മത്സരിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് നാഗേന്ദ്രനങ്ങളെ വെറുക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. എന്തായാലും സത്യങ്ങളെല്ലാം എന്നെ അറിയിച്ചതിന് നന്ദി. വാ പോ. നീ എവിടെ പോയിരുന്നു ആദർശേ? കുറെ നേരമായിട്ട് കാണാനില്ലായിരുന്നല്ലോ. ഞാൻ ശങ്കരനങ്ങളിലൊന്ന് കാണാൻ പോയതാ. ഏത് ശങ്കരാങ്കളെന്നെ? മുത്തശ്ശന്റെ വിശ്വസ്തനായ ഒരു സ്വർണ്ണപ്പണിക്കാരനുണ്ടായിരുന്നല്ലോ, നമ്മുടെ പഴയൊരു സ്റ്റാഫ് ശങ്കരൻ. നീ എന്തിനാ ശങ്കരേട്ടനെ കാണാൻ പോയത്? ഞാൻ നാഗേന്ദ്രന്റെ ഭാഗത്ത് തെറ്റെന്താണെന്ന് എല്ലാവരോടും മാറി മാറി ചോദിച്ചത്. അതിന് പക്ഷേ ആരും എനിക്ക് വ്യക്തമായിട്ടുള്ള മറുപടി തന്നില്ല. അപ്പോഴാ അമ്മ പറഞ്ഞത് അന്നത്തെ കഥകളൊക്കെ ഈ ശങ്കരൻ അങ്ങളിന് നന്നായിട്ട് അറിയാന്ന്. എന്നിട്ട് അയാൾ എന്താ പറഞ്ഞേ? അയാള് പറഞ്ഞ കഥയില് ഈ നാഗേന്ദ്രൻ അത്ര വില്ലനായിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മുടെ വീട്ടിനകത്ത് ഇപ്പോഴും തെറ്റുകൾ ചെയ്യുന്നതും മനുഷ്യനെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതും അപ്പച്ചിയും അഭിയൊക്കെ അല്ലേ? ഇവിടെയും അങ്ങനെ ഒരു കഥ തന്നെയാ ശങ്കരനങ്ങൾ പറഞ്ഞത്. അത് നീ പൂർണ്ണമായിട്ട് വിശ്വസിക്കണ്ട. ശങ്കരനങ്ങൾ പറഞ്ഞ ഭാഗം ഞാൻ കേട്ടു. അങ്ങനൊരു തെറ്റ് ചെയ്ത അയാളെ മുത്തശ്ശൻ പിന്നെ നമ്മുടെ കമ്പനിയിൽ വെച്ച് ഓർപ്പിക്കത്തില്ല. പക്ഷേ അതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് അയാളെ പുറത്താക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്തൊക്കെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും മുത്തശ്ശനും മുത്തശ്ശിക്കും വലിയ സ്നേഹമായിരുന്നു അപ്പച്ചിയോട്. അങ്ങനെയുള്ളപ്പോൾ അപ്പച്ചിയുടെ ഭർത്താവിനെ പെട്ടെന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കൂ? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാര്യം ഇളയച്ചൻ അറിയാലോ. അഭി എന്തെല്ലാം തെറ്റുകളാണ് ചെയ്തിരിക്കുന്നത്. കല്യാണത്തിന് മുന്നേ തന്നെ വഴിതെറ്റി നടന്നത്. ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു എന്ന് മാത്രമല്ല, അതിലവനൊരു കുഞ്ഞുണ്ട്. അതൊക്കെ അറിഞ്ഞിട്ടും അവനെ നമ്മുടെ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയില്ല. പിന്നെ സ്വർണത്തിൽ തിരിമറി നടത്തിയെന്നും പറഞ്ഞ് ഒരാളെ സ്വർണ്ണക്കടയിൽ നിന്നല്ലാതെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുവോ? ഇതൊക്കെ 10-25 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളല്ല ആദർശേ. അതിന്റെ പിന്നാലെ നീ എന്തിനാ പോകുന്നേ? ഇളയച്ചൻ അറിയാലോ, എന്തെങ്കിലും ഒരു കരട് മനസ്സിൽ കിടന്നാൽ അത് ക്ലിയർ ചെയ്യാതെ എനിക്ക് പിന്നെ സമാധാനം കിട്ടില്ല. ശങ്കരനങ്ങൾ പറഞ്ഞതിനപ്പുറം എന്തോ ഒരു വലിയ വീഴ്ച ഈ പറഞ്ഞ നാഗേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ശങ്കരനങ്ങൾ പറഞ്ഞതിനപ്പുറം എന്തോ ഒരു വലിയ വീഴ്ച ഈ പറഞ്ഞ നാഗേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ ജർമ്മൻ ഗോൾഡിന്റെ കാര്യത്തിൽ നാഗേന്ദ്രനെ അപ്പച്ചി ചതിച്ചതുപോലെ എന്തോ ഒരു ചതി അയാളുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ചതിയനാവൻ. അവനെ പിന്നെ ആര് ചതിക്കാനാ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ മുത്തശ്ശൻ പിന്നെ എന്തിനാ അയാളെ നമ്മുടെ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയത്? അയാൾക്ക് നമ്മളോട് ഇത്രയധികം പകയുണ്ടാകാനുള്ള കാര്യം എന്താ? ജ്വല്ലറിയിൽ നിന്ന് അയാളെ പുറത്താക്കിയ കാരണം ഞാൻ കണ്ടെത്തി. ഇനി അനന്തപുരി തറവാട്ടിൽ നിന്ന് അയാളെ പുറത്താവാനുള്ള കാരണം അതെനിക്കറിയണം. അത് ഞാൻ കണ്ടുപിടിക്കുള്ളൂ അയച്ച. ഈ ശങ്കരനങ്ങളിനെ പോലെ അതറിയാവുന്ന ആരെങ്കിലും ഉണ്ടാവും. അയാൾ അതെന്നെ അറിയിച്ചിരിക്കും. ശരി ശരി, അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ നീ ഇതിന്റെ പിന്നാലെ കറങ്ങി നടക്കുവാണെന്ന് നിന്റെ മുത്തശ്ശൻ അറിഞ്ഞാലേ അത് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് നാഗേന്ദ്രൻ എന്ന് കേൾക്കുമ്പോഴേ അച്ഛന് ദേഷ്യ. അതുകൂടെ നീ മനസ്സിൽ വെച്ചോണം. പിന്നെ ചിലപ്പോ ഈ നാഗേന്ദ്രൻ നിന്നെ സമീപിച്ചെന്ന് വരാം. അവന്റെ ഭാഗം ന്യായീകരിക്കാനായിട്ടെ ഈ പറയുന്ന ശങ്കരനെ പോലും അവൻ സ്വാധീനിച്ചെന്നാണ് എൻ്റെ സംശയം.
അതുകൊണ്ടാണല്ലോ പ്രതി ജലജയാണെന്ന് പറയുന്നത്. അവളത്ര നല്ലവളൊന്നുമല്ല. എങ്കിലും അന്നത്തെ സംഭവത്തില് നാഗേന്ദ്രൻ തന്നെയാ കുറ്റക്കാരൻ. അവൻ വീട്ടിൽ നിന്ന് പുറത്തായപ്പോ അവനൊപ്പം ജലജ പോയില്ല. അങ്ങനെ ഒരു തെറ്റ് മാത്രമേ അന്ന് അവള് ചെയ്തുള്ളൂ. നവീനേട്ടനായിരുന്നോ? ഇരിക്കെ. എന്നെ വിമർശിക്കാൻ വന്നതായിരിക്കും. നവീനേട്ടന് നിയമം അറിയാവുന്നതല്ലേ? ഒരു കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? എന്നാലും നന്ദുവിന് കുറച്ച് ധൃതി കൂടിപ്പോയെന്നൊരു സംശയമുണ്ട്. വേറൊന്നും കൊണ്ടല്ല, വേണുവിനെ മോളെ നമുക്കറിയാം. അപ്പോ അവരൊരു പരാതി എഴുതി തന്നെന്ന് കരുതി ഉടനെ അവിടെ വിളിച്ചു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എന്റെ നവീനേട്ടാ, ഞാൻ ആ നിശ്ചയം നടന്നാലുണ്ടാവുന്ന അപകടത്തെ പറ്റി പറഞ്ഞല്ലോ. മോതിര കൈമാറ്റം നടന്നിരുന്നെങ്കിൽ അടുത്ത ദിവസം കുടുംബ കോടതിയിൽ അനാമിക അത് ഉയർത്തി കാണിച്ചേനെ. കോടതി അത് സീരിയസ് ആയിട്ട് എടുക്കില്ലേ? അതൊക്കെ ശരിയാണ്. പക്ഷെ എന്തുകൊണ്ടോ ആ നിശ്ചയം മുടങ്ങിയതില് നേരിയ നിരാശ എല്ലാവരും പോലെ എനിക്കുമുണ്ട്. ഇനി എല്ലാവരും പറയുന്ന പോലെ അനിയും നന്ദുവും നേരത്തെ ഇങ്ങനൊരു പ്ലാനിങ് നടത്തിയായിരുന്നോ? അതെന്താ നവീനേട്ടൻ അങ്ങനെ പറഞ്ഞേ? അല്ല, വേണുവിനെ മകളെ ഇളക്കി വിട്ടത് അനിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇനി എല്ലാവരും പറയുന്ന പോലെ അനിയും നന്ദുവും നേരത്തെ ഇങ്ങനൊരു പ്ലാനിങ് നടത്തിയായിരുന്നോ? അതെന്താ നവീനേട്ടൻ അങ്ങനെ പറഞ്ഞേ? അല്ല, വേണുവിനെ മകളെ ഇളക്കി വിട്ടത് അനിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നന്ദു അത്തരം വൃത്തിയായിട്ട് കളിക്കുന്ന കൂട്ട് നിൽക്കില്ല. പക്ഷേ അവൻ അവന്തിയെ കല്യാണം കഴിക്കുന്ന ഒരു താല്പര്യം ഇല്ലായിരുന്നല്ലോ. അനിയുടെ കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും അങ്ങനത്തെ വളഞ്ഞ വഴിക്കൊന്നും പോയിട്ടില്ല. എനിക്ക് പിന്നെ അതിന്റെ കാര്യമില്ലല്ലോ. ഞാനിപ്പോ വന്നതേ നന്ദുവിനെ വിമർശിക്കാനൊന്നും അല്ല. എന്റെ വീട്ടില് മുത്തശ്ശൻ നിർബന്ധിച്ചപ്പോ അമ്മ അയഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇത്തിരി തൻ്റെയോടുള്ള പെൺകുട്ടിയാണെങ്കിലും അതുമായി മുന്നോട്ട് പോവാന്നാ അമ്മ പറയുന്നത്. അപ്പൊ അമ്മ പച്ചക്കൊടി കാണിച്ചല്ലേ? അച്ഛൻ വരുന്നുണ്ടുടനെ. തിരിച്ചു പോകുന്നതിന് മുമ്പ് എന്റെ കല്യാണം നടത്തണമെന്ന് എല്ലാരും പറയുന്നത്. എന്നാ പിന്നെ പോയി ആ പെങ്കൊച്ചിനോട് കാര്യങ്ങൾ പറഞ്ഞൂടെ? അങ്ങനെ പറയാനാ വന്നത്. അതിനെന്താ, എന്റെ കൂട്ടു വേണോ? വേണമെങ്കിൽ ഞാനും വരാം അവളെ കാണാനായിട്ട്. നന്ദു കൂട്ടുവരുമൊന്നും വേണ്ട. ഇനി എനിക്ക് ആ പെൺകുട്ടിയെ കാണാൻ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി എന്റെ മുന്നിൽ തന്നെ ഉണ്ട്. അതെ നന്ദു, നിന്റെ ധൈര്യം, നീ തെറ്റിനെതിരെ എടുക്കുന്ന നിലപാടുകള് ഒക്കെ എന്നെ ആകർഷിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നിന്നോട് എനിക്കൊരു ആരാധന ഉണ്ടായിരുന്നെങ്കിലും അതിനപ്പുറം അത് വളർന്നിട്ടില്ല. എന്നാ ഇപ്പൊ അങ്ങനെയല്ല. അന്ന് അനിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തിടപഴകിയപ്പോ നന്ദുവിനെ ഞാൻ കൂടുതൽ മനസ്സിലാക്കി. പിന്നീട് നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്തപ്പോ ആ ഇഷ്ടം അങ്ങ് കൂടി. അതേ നന്ദു, ഇനി വളച്ചിട്ടില്ലാതെ പറയാം. എന്റെ മനസ്സിനെ സ്വാധീനിച്ച, എനിക്കിഷ്ടപ്പെട്ട, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് ആ പെൺകുട്ടി വേറെ ആരുമല്ല, അത് നന്ദുവാ. ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? ഇല്ല. ഇന്നത്തെ കാലത്ത് പരസ്പരം സംസാരിച്ച ധാരണയിൽ എത്തിയിട്ട്
ആണും പെണ്ണും വിവാഹത്തിലേക്ക് പോകുന്നതാണ് നല്ലത്. അറിയാത്ത രണ്ടാൾക്കാർ തമ്മിൽ ഒന്നിക്കുന്നത് കുടുംബജീവിതത്തിന് ഗുണകരമാവുമെന്ന് തോന്നില്ല. എനിക്ക് നന്ദുവിനെ അറിയാം, നന്ദുവിന്റെ കുടുംബത്തെ അറിയാം. തിരിച്ചും അങ്ങനെ തന്നെ. അതുകൊണ്ട് നോ പറയരുത്. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാ നമ്മൾ ഒന്നിച്ച് നടക്കുമ്പോഴും ഞാൻ പലപ്പോഴും മനസ്സിലാവുന്ന രീതിയിൽ ഓരോന്നും പറയുമ്പോഴും നന്ദു സംശയിച്ചില്ല. എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവുമെന്നും കരുതിയില്ല. അതുകൊണ്ടാണ് നന്ദു ഷോക്കായതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഇക്കാര്യം ഒരാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അനിയോട്. ഞാനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് മറ്റാരുമല്ല, അത് നന്ദുവാ. നവീനേട്ടനെ പോലെ ഒരു പയ്യനെ വേണ്ടെന്ന് എന്റെ അച്ഛനും അമ്മയും പറയോ? നയനേച്ചി പറയോ? ഈ ബന്ധമേ എന്തായാലും നടത്തണം. പക്ഷേ നവീന്റെ അമ്മയ്ക്ക് തന്റേടികളായ പെൺകുട്ടികളോട് താല്പര്യമില്ലല്ലോ. ഇത് അവളുടെ ഭാഗ്യ, മഹാഭാഗ്യം. ഗോവിന്ദേട്ടാ, ഒരു കാരണവശാലും നവീനെ നമ്മൾ കൈവിട്ട് കളയരുത്. അയാളുടെ അച്ഛൻ ഉടനെ ഗൾഫിൽ നിന്ന് വരും. തിരിച്ചു പോകുന്നതിന് മുൻപ് കല്യാണം നടത്തണം എന്നൊക്കെയാ പറയുന്നത്.